നമസ്കാരം. നിങ്ങൾ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണോ? എങ്കിൽ ഈ ഒരു വാർത്ത നിങ്ങൾ നിർബന്ധമായും കാണണം. ഒരു സ്വകാര്യ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നിയമം ഉടൻ നടപടിയെടുക്കും, പിഴ ഈടാക്കും, വാഹനം വരെ പിടിച്ചെടുക്കും. എന്നാൽ ദിവസേന ലക്ഷക്കണക്കിന് ആളുകളെ കയറ്റി സർവീസ് നടത്തുന്ന സംസ്ഥാനത്തിന്റെ സ്വന്തം KSRTC ബസ്സുകൾ തന്നെ സാധുവായ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാതെ നിരത്തിലിറങ്ങുന്നുവെന്ന ആരോപണം ഉയരുകയാണ്. ആ യാത്രകൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. നാളെ ഒരു അപകടമുണ്ടായാൽ യാത്രക്കാരുടെ ജീവന് ആരാണ് ഉത്തരവാദിത്തം പറയുക? പരിക്കേറ്റവർക്കോ മരിച്ചവരുടെ കുടുംബങ്ങൾക്കോ നഷ്ടപരിഹാരം ലഭിക്കുമോ? അതോ അവർ വർഷങ്ങളോളം കോടതികൾ കയറിയിറങ്ങേണ്ടി വരുമോ? ഇതൊക്കെയാണ് നമ്മുടെ സർക്കാരിനോട് ചോദിക്കാനുള്ളത്. സാധാരണക്കാർക്ക് ഒരു നിയമം, സർക്കാർ സ്ഥാപനങ്ങൾക്ക് മറ്റൊരു നിയമവുമാണോ ഇവിടെ എന്ന് ചോദിക്കേണ്ടി വരികയാണ്. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനമായ KSRTCയിൽ വൻ ഇൻഷുറൻസ് പ്രതിസന്ധി നിലനിൽക്കുന്നു. സാധുവായ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോലും ഇല്ലാതെയാണ് നിലവിൽ ആയിരക്കണക്കിന് KSRTC ബസ്സുകൾ നിരത്തിൽ ഇറങ്ങുന്നത് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ദിനംപ്രതി ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് ഇതോടെ യാതൊരു സുരക്ഷാ പരിരക്ഷയുമില്ലാതെ യാത്ര ചെയ്യാൻ നിർബന്ധിതരാകുന്നത് എന്നതും വലിയ വേദനാജനകമായ സംഭവമാണ്. ഓരോ യാത്രയിലും സാധാരണക്കാരായ യാത്രക്കാർ തങ്ങളുടെ ജീവൻ പണയം വെക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ബസ് അപകടത്തിൽപ്പെട്ടാൽ ഇരയാകുന്നവർക്കോ അവരുടെ കുടുംബങ്ങൾക്കോ നിയമപരമായ നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. തകരാറിലായ ബസ്സുകളും തീർപ്പാക്കാത്ത ക്ലെയിമുകളും വർദ്ധിച്ചു വരുമ്പോഴും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാസ്ഥ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഭരണപരമായ അനാസ്ഥയും കുടുംബങ്ങളുടെ ദുരിതവും യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതിന് പകരം രാഷ്ട്രീയ നേട്ടങ്ങൾക്കും പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനും സർക്കാർ ഊന്നൽ നൽകുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന ആക്ഷേപമുണ്ട്. ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്തതിനാൽ അപകടങ്ങളിൽപ്പെടുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാര തുക ലഭിക്കുന്നില്ല. ഇത് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നതോടൊപ്പം നിരവധി കുടുംബങ്ങളെ അനാഥത്വത്തിലേക്കും ദുരിതപൂർണമായ അവസ്ഥയിലേക്കും തള്ളിവിടുകയാണ്. കൃത്യമായ ഇൻഷുറൻസ് പോളിസികൾ പുതുക്കാതെ ബസ്സുകൾ സർവീസ് നടത്തുന്നത് നിയമവിരുദ്ധമാണെന്നിരിക്കെ പൊതുജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. മോട്ടോർ വാഹന നിയമപ്രകാരം തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാതെ വാഹനങ്ങൾ നിരത്തിലിറക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ്. എന്നാൽ ഇത് പരസ്യമായി ലംഘിച്ചുകൊണ്ടാണ് KSRTCയുടെ ഈ മരണപ്പാച്ചിൽ. ഇന്ന് നിങ്ങൾ യാത്ര ചെയ്യുന്ന ബസ് അപകടത്തിൽപ്പെട്ടാൽ നിങ്ങൾക്ക് യാതൊരുവിധ സുരക്ഷാ പരിരക്ഷയോ ഇൻഷുറൻസ് തുകയോ ലഭിക്കില്ലെന്ന് മാത്രമല്ല, വലിയൊരു നിയമക്കുരുക്കിലേക്കാകും നിങ്ങൾ ചെന്നുപെടുക. ഇത് കേവലം ഇൻഷുറൻസിന്റെ മാത്രം പ്രശ്നമല്ല, നിരവധി കുടുംബങ്ങളുടെ ജീവന്റെയും ജീവിതത്തിന്റെയും പ്രശ്നമാണ്. തകരാറിലായ ബസ്സുകളും കാലപ്പഴക്കം ചെന്ന എഞ്ചിനുകളുമായി നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളും അപകടത്തിൽപ്പെടുമ്പോൾ അതിന്റെ നഷ്ടപരിഹാരം ലഭിക്കാതെ അലയേണ്ടി വരുന്നത് പാവപ്പെട്ട കുടുംബങ്ങളാണ്. വർഷങ്ങളായി കോടതി കയറിയിറങ്ങിയിട്ടും ഒരു രൂപ പോലും നഷ്ടപരിഹാരം ലഭിക്കാത്ത നൂറുകണക്കിന് ഇരകൾ ഇന്നുണ്ട്. ഇൻഷുറൻസ് കമ്പനികൾ കൈമലർത്തുമ്പോൾ നഷ്ടപരിഹാരം നൽകേണ്ട KSRTC സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ഒഴിഞ്ഞു മാറുകയാണ്. അർഹമായ ചികിത്സയോ ധനസഹായമോ ലഭിക്കാതെ ബാധ്യതകളുടെ ഭാരവും പേറി കഴിയാൻ മാത്രമാണ് ഈ കുടുംബങ്ങളുടെ വിധി എന്നുകൂടി പറയേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ്. ഭരണകൂടത്തിന്റെ അനാസ്ഥയും തെറ്റായ മുൻഗണനകളുമാണ് ഇതിന് കാരണം. യാത്രക്കാരുടെ പ്രാഥമിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് പകരം സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും മാത്രമാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ബസ്സുകൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ പണമില്ല എന്ന് പറയുന്ന അധികാരികൾ മറ്റു പല അനാവശ്യ ചെലവുകൾക്കും കോടികളാണ് ഒഴുക്കുന്നത്. കോർപ്പറേഷന്റെ വൻ കടബാധ്യതയും സാമ്പത്തിക കല്ലുകടികളും മറച്ചുവെക്കാൻ യാത്രക്കാരുടെ ജീവൻ വെച്ച് ചൂതാടുകയാണ് അധികൃതർ. പൊതുജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി പ്രവർത്തിക്കേണ്ട ഒരു പൊതുമേഖലാ സ്ഥാപനം തന്നെ നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുന്നത് ഭരണപരമായ തകർച്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കൂടാതെ ഇതൊരു മുന്നറിയിപ്പും കൂടി തരുന്നുണ്ട്. ദിനംപ്രതി ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിച്ച് കയറുന്ന ഒരു ഗതാഗത സംവിധാനം വഞ്ചനയുടെ കേന്ദ്രമായി മാറുകയാണ്. നിയമനിർമ്മാണം നടത്തുന്നവർ തന്നെ നിയമം കാറ്റിൽ പറത്തുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് സാധാരണക്കാരന്റെ ജീവിക്കാനുള്ള അവകാശമാണ്.
അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് പോളിസികൾ അടിയന്തരമായി പുതുക്കാനും അപകടത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം തടസ്സമില്ലാതെ ലഭ്യമാക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെട്ടേ മതിയാകും. ഇനിയും എത്ര കുടുംബങ്ങൾ കണ്ണീര് കുടിച്ചാലാണ് അധികൃതർ കണ്ണു തുറക്കുക എന്നൊരു ചോദ്യം ഇനിയും ചോദിക്കാൻ ഇടവരരുത്. ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കാത്ത ഒരു നിലപാട് തിരുത്താൻ KSRTCയും സർക്കാരും തയ്യാറായേ പറ്റൂ. KSRTCയുടെ സാമ്പത്തിക പ്രതിസന്ധി ഒരു യാഥാർത്ഥ്യമായിരിക്കാം. എന്നാൽ അതിന്റെ ഭാരം യാത്രക്കാരുടെ സുരക്ഷയുടെ മേൽ ചുമത്താൻ കഴിയില്ല. പൊതുജനങ്ങളുടെ ജീവനും നിയമപരമായ അവകാശങ്ങളും ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പിന്നിലേക്ക് മാറ്റിവെക്കപ്പെടരുത്. ഒരു സാധാരണ പൗരന് പാലിക്കേണ്ട നിയമങ്ങൾ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനും ബാധകമാണ്. നിയമം നടപ്പാക്കേണ്ട സംവിധാനങ്ങൾ തന്നെ നിയമപരമായ വീഴ്ചകളിലേക്ക് നീങ്ങുന്നുവെങ്കിൽ അത് ജനങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കും. KSRTC ഒരു ഗതാഗത സംവിധാനം മാത്രമല്ല, ദിവസേന ലക്ഷക്കണക്കിന് ആളുകളുടെ ആശ്രയമാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാരുടെ സുരക്ഷ, ഇൻഷുറൻസ് പരിരക്ഷ, നിയമപരമായ ബാധ്യതകൾ എന്നിവയിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള ശ്രമത്തിനൊപ്പം ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുക എന്നത് ഒരു ഉത്തരവാദിത്തമാണ്. കാരണം ഒരു പൊതുസ്ഥാപനത്തിന്റെ യഥാർത്ഥ ശക്തി അതിന്റെ വാഹനങ്ങളുടെ എണ്ണത്തിലല്ല, ജനങ്ങൾ അതിനോട് പുലർത്തുന്ന വിശ്വാസത്തിലാണ്.